ജനസാമാന്യം ഇടതുപക്ഷത്തോട് ചേർന്നു നിന്നത്. എല്ലാ മേഖലയിലും അങ്ങനെയാണ്. നമ്മുടെ ക്ഷേമ പെൻഷന്റെ കാര്യം നോക്കൂ. ഇന്ത്യ രാജ്യത്ത് കേരളത്തിൽ 60,30,000 പേർക്ക് ക്ഷേമ പെൻഷൻ ഉണ്ട്. ലോകത്ത് മറ്റെവിടെയുമില്ല. അമേരിക്കയിലില്ല, ജപ്പാനിലില്ല, കാനഡയിലില്ല, അതിവികസിത മുതലാളിത്ത രാജ്യങ്ങളിൽ എവിടെയുമില്ല. പുരട്ചി തലയിൽ ഭരിച്ച തമിഴ്നാട്ടിലില്ല. നരേന്ദ്രമോദി ജനിച്ചു ഭരിച്ചു മുടിച്ച ഗുജറാത്തിലില്ല. ആം ആദ്മി പാർട്ടി ചൂലെടുത്തു വന്ന ഡൽഹിയിലുമില്ല. ഈ കേരളത്തിൽ മാത്രം. എങ്ങനെ സാധ്യമായി? ഇടതുപക്ഷത്തിന്റെ കരുതലിലും കരുത്തിലുമാണ്. ഇവിടെ കർഷക തൊഴിലാളിക്ക് പെൻഷനുണ്ട്, കൃഷിക്കാർക്ക് കിസാൻ അഭിമാൻ എന്ന പേരിൽ പെൻഷനുണ്ട്, അലക്കു തൊഴിലാളിക്കുണ്ട്, ആനപ്പാപ്പാനുണ്ട്, ചുമടെടുക്കുന്നവർക്കുണ്ട്, നിർമ്മാണ മേഖലയിൽ പണിയെടുക്കുന്നവർക്കുണ്ട്, മോട്ടോർ തൊഴിലാളികൾക്കുണ്ട്, തോട്ടം തൊഴിലാളികൾക്കുണ്ട്, മത്സ്യത്തൊഴിലാളികൾക്കുണ്ട്, മദ്രസയിൽ പഠിപ്പിക്കുന്നവർക്കുണ്ട്, അമ്പലത്തിൽ പൂജിക്കുന്നവരും മാല കെട്ടുന്നവരും പെൻഷനും ക്ഷേമനിധിയുമുണ്ട്. എന്തിനാണ് പറയണം? കല്യാണം കഴിയാത്ത 50 വയസ്സായ സഹോദരിക്ക് പെൻഷനുണ്ട്. ഈ കേരളത്തിൽ ലോകത്തെവിടെയുമില്ല. 60,30,000 പേർ പെൻഷൻ വാങ്ങിക്കുന്ന ലോകത്തെ ഏക നാടിന്റെ പേര് ചെങ്കൊടി പാറുന്ന കേരളം. ആ നാടായി നാട്. 4.25 കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടിൽ പെൻഷൻ വാങ്ങുന്നവരുടെ അവസ്ഥ എന്താ? പോസ്റ്റ്മാൻ വീട്ടിൽ പെൻഷൻ കൊടുന്നിരുന്നൊരു കാലുണ്ട്. അത് മാറി. ഉമ്മൻചാണ്ടിയും പാണ്ടിക്കടത്ത് കുഞ്ഞാപ്പിയും ചേർന്ന് നാട് ഭരിച്ചപ്പോൾ ഇവർ പറഞ്ഞു, ഇനി മുതൽ പോസ്റ്റ്മാൻ കൊടുന്ന എല്ലാം കൂടെ പോസ്റ്റ് ഓഫീസിൽ പോകണം, അക്കൗണ്ട് തുടങ്ങണം. നമ്മുടെ വീടിന്റെ അകത്ത് കടന്ന കടപ്പിൽ വിരലൊപ്പിട്ട് പെൻഷൻ വാങ്ങിക്കണം. 10,000-കണക്കിന് മനുഷ്യരോട് മനുഷ്യത്വരഹിതമായി രാജ്യം ഭരിച്ചവർ, നാട് ഭരിച്ചവർ പറഞ്ഞു, നിങ്ങൾ പോസ്റ്റ് ഓഫീസിൽ പോകണം, അക്കൗണ്ട് തുടങ്ങണം. കൂട്ടിനാളെ കൂട്ടി ഓട്ടോറിക്ഷ വിളിച്ചു, പേരക്കുട്ടിയെ കൂട്ടി 50 രൂപ കൊടുത്തു, അക്കൗണ്ട് തുടങ്ങി. വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോ ഉമ്മൻചാണ്ടി പറഞ്ഞു, അക്കൗണ്ട് പറ്റില്ല, നാഷണലൈസ് ബാങ്ക് പോകണം, അക്കൗണ്ട് തുടങ്ങണം, ആധാർ കാർഡിന്റെ കോപ്പി വേണം, ഇത് ലിങ്ക് ചെയ്യണം. അങ്ങനെ അക്കൗണ്ട് തുടങ്ങി. വീട്ടിൽ തിരിച്ചു വന്നപ്പോ വീണ്ടും മാറ്റി പറഞ്ഞു, എടവണ്ണ പഞ്ചായത്തിലേക്ക് വരൂ, 400 രൂപയുടെ ചെക്ക് അവിടുന്ന് തരാം. പറഞ്ഞില്ലേ? ചെക്ക് വാങ്ങി അത് പണമാക്കാൻ ബാങ്കിൽ പോയി, പഞ്ചായത്തിൽ പോയി, വരി നിന്ന് 10,000-കണക്കിന് വല്യപ്പമാർ, വല്യമ്മമാർ, മുത്തച്ഛന്മാർ തലചുറ്റി വീണ ഒരു കാലത്താണ് ഇവിടെ തെരഞ്ഞെടുപ്പ് വന്നത്. നമ്മൾ ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞു, ഇതാ ഒരു തെരഞ്ഞെടുപ്പ് വരുന്നു, ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഇടതുപക്ഷം ജയിക്കും, കേരളം ചുവക്കും. ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ ആദ്യത്തെ മാസം പെൻഷൻ എല്ലാം 1000 രൂപയാക്കും, എല്ലാ കൊല്ലവും 100 രൂപ കൂട്ടും, കുടിശ്ശികയില്ലാതെ വീട്ടിൽ കൊണ്ടുവരും. ഇത് വലതുപക്ഷത്തിന്റെ വാക്കല്ല, ഇടതുപക്ഷ ഉറപ്പാണ് എന്ന് 4.25 കൊല്ലം മുമ്പ് പറഞ്ഞു. നടപ്പിലാക്കി ഇടതുപക്ഷം. 2021 ജനുവരി മാസം 19-ാം തീയതി വൈകുന്നേരത്ത് 7 മണി കഴിഞ്ഞ് 15-20 മിനിറ്റായ ഈ സന്ദർഭത്തിൽ ഇവിടെ എന്റെ സംസാരം കേട്ട് അപ്പുറത്തെങ്ങാനും ഒളിഞ്ഞു നിൽക്കുന്ന ലീഗോ കോൺഗ്രസോ BJPയുടെ അരമുറിയോ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോ. ഈ മാസം 20-ാം തീയതി കഴിഞ്ഞാൽ 1,500 രൂപ ഈ നാട്ടിൽ പെൻഷൻ കിട്ടും. ഏപ്രിൽ 1 കഴിഞ്ഞാൽ 1,600 രൂപ കിട്ടും. ഈ കേരളത്തിൽ പെൻഷൻ വാങ്ങിക്കുന്നവർക്കെല്ലാം. ഇതാണ് ഇടതുപക്ഷം. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ഈ നാട്ടിൽ ഇടതുപക്ഷം നടപ്പിലാക്കി. നിങ്ങൾ നമ്മുടെ കുട്ടികളുടെ കാര്യം നോക്കൂ. പൊതുവിദ്യാഭ്യാസ മേഖല ഇതുപോലെ മെച്ചപ്പെട്ടൊരു കാലം ഈ കേരളത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? 1000-കണക്കിന് സ്കൂളുകൾ ഹൈടെക്കായി, ലക്ഷക്കണക്കിന് ക്ലാസ് മുറികൾ ഡിജിറ്റലൈസ് ചെയ്തു. 4.25 കൊല്ലം മുമ്പ് ലാഭനഷ്ടത്തിന്റെ കണക്കെഴുത്തിൽപ്പെടുത്തി ലാഭകരമല്ല എന്ന് പറഞ്ഞ് വിൽക്കാൻ വെച്ചു നമ്മുടെ നാട്ടിലെ സ്കൂളുകളെല്ലാം. കേരളത്തിൽ ഏതെങ്കിലും സ്കൂൾ ഉണക്കമീന്റെ കച്ചവടം ഉണ്ടോ? ലാഭം ഉണ്ടാക്കാൻ ഇല്ല. പക്ഷെ വലതുപക്ഷം വിൽക്കാൻ വെച്ചു. ഇടതുപക്ഷം വന്നു, അത് ഏറ്റെടുത്തു. അമ്പരചുംബികളായ ഭൗതിക സാഹചര്യങ്ങളെ കെട്ടിടങ്ങൾ ഉണ്ടാക്കി. പ്രിയപ്പെട്ടവരെ, ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തി വിദ്യാഭ്യാസത്തെ സർഗാത്മകമാക്കിയപ്പോ 6 ലക്ഷം കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പേര് വെട്ടി കുഞ്ഞിക്കാലുകൾ വെച്ച് തുള്ളിച്ചാടി ഈ കേരളത്തിന്റെ പൊതു പള്ളിക്കൂടങ്ങളിലേക്ക് പൂമ്പാറ്റകളെ പോലെ വർണ്ണച്ചിറക് വിടർത്തി കടന്നു വന്നു. കേരളത്തിന്റെ പൊതുവിദ്യാലയം ശക്തിപ്പെട്ടു. ഇത് വെറുതെ ഉണ്ടായതാണോ? ഇത് ഇടതുപക്ഷത്തിന്റെ ഒരു നിലപാടാണ്. പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നശിക്കാൻ പാടില്ല. പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ശക്തിപ്പെടണം. അതിന്റെ ബലത്തിലാണ് ഇങ്ങനൊരു സമൂഹം ഉണ്ടായത്. പൊതുപള്ളിക്കൂടത്തിന്റെ ബലത്തിലാണ് ഇതുപോലൊരു നാടുണ്ടായത്. ജാതിക്കും മതത്തിനും അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എല്ലാം എതിരെ ഈ കേരളം ലോകത്തിന്റെ മുന്നിൽ ഇങ്ങനെ ഒരു ചുവന്ന പൊട്ട് പോലെ അടയാളപ്പെടുത്തിയത് ഈ പള്ളിക്കൂടങ്ങളുടെ ബലത്തിലാണ്. എല്ലാവർക്കും സ്കൂളിൽ പോവാന്ന് പണ്ട് തീരുമാനിച്ചപ്പോ ഈ വണ്ടൂരിലെ പോരൂർ സ്കൂളില് പൂട്ടി താക്കോല് കൊന്തറക്കിട്ടൊരു മുതലാളി പോയ നാടാ കേരളം. പണ്ടൊരു മനുഷ്യൻ പറഞ്ഞു, ഞങ്ങളുടെ കുട്ടികൾക്ക് അക്ഷരം പഠിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പാഠം ഞങ്ങൾ കൊയ്യില്ല.
അത് പറഞ്ഞുകൊണ്ടാ സ്കൂൾ ഉണ്ടായത്. അങ്ങനെ ആയിരക്കണക്കിന് സ്കൂൾ ഉണ്ടായപ്പോൾ മതനിരപേക്ഷത ബെഞ്ചിൽ വന്നു. ആ ബെഞ്ചിൽ നമ്മളിരുന്നു, ഞാനിരുന്നു, നിങ്ങളിരുന്നു, നമ്മുടെ കുട്ടികളിരിക്കുന്നു, നമ്മുടെ കാരണന്മാരിരുന്നു, നമ്മൾ അക്ഷരം പഠിച്ചു, നമ്മൾ ഈ നാടിനെ പഠിച്ചു. അങ്ങനെ നമ്മുടെ നാട്ടിൽ പാണനും പറയനും പുലയനും ചെറുമനും നായരും നമ്പൂതിരിയും നമ്പ്യാരും സുന്നിയും മുജാഹിദും സുറിയാനിയും എല്ലാവരും ഒരുമിച്ചിരുന്നപ്പോഴാണ് ഓണം ഒരുമിച്ചുണ്ണാമെന്ന് ലോകത്തെ ഈ മലയാളി പഠിപ്പിച്ചത്. ചറപറാന്ന് ജാതി മതിലുകൾ ഈ കേരളത്തിൽ പൊളിഞ്ഞു വീണത്. അതുകൊണ്ട് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ശക്തിപ്പെടണം. ഇത് ഇടതുപക്ഷത്തിന്റെ നിലപാടാണ്. അതിനാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. നാട് മാറി, അങ്ങനെ മാറി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ ശക്തിപ്പെട്ടു നിൽക്കുന്നു. ഈ കേരളം അടയാളപ്പെടുത്തി നിൽക്കുന്നു. 8ാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടിയെ ദുർമന്ത്രവാദത്തിന് കൊന്ന് ആന്തരിക അവയവങ്ങൾ പുറത്തെടുത്ത് ഈ നാടിനെങ്ങനെ അപമാനിച്ച വടക്കേ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ ഏതുപോലെ ഒരു വാർത്തയും കേൾക്കാതെ അഭിമാനികളുള്ള നാടായി ഈ കേരളം അടയാളപ്പെടുത്തിയത് ഈ വിദ്യാഭ്യാസത്തിന്റെ കരുത്തിൽ. ഇത് വെറുതെ ഉണ്ടായതല്ല, ഈ നിലപാടിന്റെ ഭാഗം. ലോകത്ത് എല്ലാ ജൂൺ മാസവും ആദ്യത്തെ പ്രവൃത്തി ദിവസം പുതിയ കുട്ടികളെ വരവേൽക്കാൻ വർണ്ണക്കടലാസും ബലൂണും കൊട്ടും പാട്ടുമായി കുട്ടികളെ സ്വീകരിക്കുന്ന ഒറ്റ നാടേ ലോകത്തുള്ളൂ. ആ നാടാണ് കേരളം. 8ാം ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യമായി പാഠപുസ്തകവും യൂണിഫോമും വിതരണം ചെയ്യുന്ന ഒറ്റ നാടേ ലോകത്തുള്ളൂ. ആ നാടിന്റെ പേരാണ് കേരളം. 35 ലക്ഷം സ്കൂൾ കുട്ടികൾക്ക് ഇൻഷുറൻസും പരിരക്ഷകളും ഒറ്റ നാടേ ലോകത്തുള്ളൂ. ആ നാടിന്റെ പേരാണ് കേരളം. കോവിഡ് കാലത്ത് ലോകമാകെ അടച്ചുപൂട്ടി വീട്ടിലിരിക്കുമ്പോ ഓൺലൈനായി പഠനം സാധ്യമാക്കിയ ഒറ്റ നാടേ ലോകത്തുള്ളൂ. ആ നാടിന്റെ പേരാണ് കേരളം. ഈ ലോക്ക്ഡൌൺ കാലത്തും വീട്ടിലിരിക്കുമ്പോൾ പഠിക്കാനുള്ള പാഠപുസ്തകം അച്ചടിച്ച് കെട്ടുകെട്ടാക്കി നമ്മുടെ വീടുകളിൽ എത്തിച്ച ഒറ്റ നാടേ ലോകത്തുള്ളൂ. ആ നാടാണ് കമ്മ്യൂണിസ്റ്റ് കേരളം. ഈ കരുത്തിലാണ് ജനം ഇടതുപക്ഷത്തിനോടൊപ്പം നിന്നത്. നമ്മുടെ നാട്ടിലെ പൊതുവിതരണ സമ്പ്രദായം നോക്കൂ. 13 നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കൂടില്ല. 5 കൊല്ലം ഇടതുപക്ഷം പറഞ്ഞു. 4.25 കൊല്ലം മുമ്പ് എടവണ്ണ പഞ്ചായത്തിൽ എത്ര മാവേലി സ്റ്റോറാ? ഒന്നില്ലേ? ഒരുണ്ട്. നിന്റെ പഞ്ചായത്തിൽ 2 ഉണ്ട്. ഒരു പഞ്ചായത്തിൽ ഒരു മാവേലി സ്റ്റോർ ഇല്ലാത്ത ഒരു പഞ്ചായത്തും കേരളത്തിലില്ല. മാവേലി സ്റ്റോറിൽ, ത്രിവേണി സൂപ്പർ മാർക്കറ്റിൽ, കൺസ്യൂമർ ഫെഡിന്റെ ഔട്ട്ലെറ്റിൽ, സഹകരണ ഓണച്ചന്തയിൽ 5 കൊല്ലം മുമ്പ് പോയിട്ട് സാധനം വാങ്ങിയൊരു നാളെ ഇന്നിപ്പോ കട അടച്ചു. 2021 ജനുവരി മാസം 20-ാം തീയതി നാളെ രാവിലെ പോയിട്ട് സാധനം വാങ്ങണം. ലീഗരാണെച്ചാൽ ആദ്യം പോയിട്ട് വാങ്ങണം. 5 കൊല്ലം 1 കിലോ കുറുവ അരിയുടെ വില 25 രൂപ, 1 കിലോ ജയ അരിയുടെ വില 25 രൂപ, 1 കിലോ പഞ്ചസാരയുടെ വില 22 രൂപ. ഇപ്പോഴും അതാണ് വില. അരിയും മല്ലിയും മുളകും വൻപയറും ചെറുപയറും പരിപ്പും കടലയും ഉൾപ്പെടെ 13 നിത്യോപയോഗ സാധനങ്ങൾ 5 കൊല്ലം ഒരു നയാ പൈസ കേരളത്തിന്റെ പൊതുവിതരണ മേഖലയിൽ വർദ്ധിപ്പിച്ചില്ല കേരളത്തിലെ ഇടതുപക്ഷം. ഇതാണ് ഇടതുപക്ഷം. നമ്മുടെ റേഷൻ കടയുടെ കാര്യം നോക്കൂ. ഇപ്പൊ റേഷൻ കടയുടെ കെട്ടുമട്ടും മാറി. വിരൽ വെച്ചിട്ട് അളവ് തൂക്കം നോക്കി സാധനം വാങ്ങി പോരാൻ പറ്റും. ബയോമെട്രിക് സംവിധാനം വന്നു. 10-30 കൊല്ലം മുമ്പ് റേഷൻ കടണ്ട്. പ്രായം ചെന്ന ആൾക്കാർക്ക് അറിയും, കുട്ടികൾക്ക് അറിയില്ല. അന്ന് റേഷൻ കടയ്ക്ക് മഞ്ഞ ബോർഡുണ്ട്. കേരള സ്റ്റേറ്റ് പൊതുവിതരണ കേന്ദ്രം, നല്ല പേര്. റേഷൻ ഷോപ്പ്, ARD നമ്പർ 120, ലൈസൻസ്, കാർഡുകളുടെ എണ്ണം ഒക്കെ എഴുതി വെച്ചിട്ടുള്ള ഒരു ബോർഡ് കാണും. അന്ന് റേഷൻ കട പോയി പരിചയമുള്ള പ്രായം ചെന്ന ആളുകൾക്ക് അറിയും. അന്ന് ഒറ്റ കാർഡേ ഉള്ളൂ. ആ കാർഡിന് പേരുണ്ടെങ്കിൽ പ്രായപൂർത്തിയായവർ, പ്രായപൂർത്തിയാകാത്തവർ 2 തരണ്ട്. പ്രായപൂർത്തിയായവർക്ക് 2 യൂണിറ്റും പ്രായപൂർത്തിയാകാത്തവർക്ക് 1 യൂണിറ്റും അരിയും ഗോതമ്പും കേരളത്തിലെ എല്ലാ റേഷൻ കടയിലൂടെയും വിതരണം ചെയ്തിട്ടുണ്ട്. ഇതുപോലെ കറണ്ട് വിളിച്ചൊല്ലാത്ത കാലത്ത് അന്ന് കറണ്ടില്ലാത്ത വീട്ടിൽ 5 ലിറ്ററും കറണ്ടുള്ള വീട്ടിൽ 2 ലിറ്ററും മണ്ണെണ്ണ കളറ് ചേർക്കാതെ നമ്മുടെ നാട്ടിൽ വിതരണം ചെയ്തിട്ടുണ്ട്. 5 ആളുടെ പേര് റേഷൻ കടയിലുണ്ടെങ്കിൽ, റേഷൻ കാർഡിലുണ്ടെങ്കിൽ, പ്രായപൂർത്തിയായവരായാലും അല്ലാത്തവരായാലും തലയെണ്ണി ഒരാൾക്ക് 300 ഗ്രാം വെച്ച് പഞ്ചസാര എല്ലാ മാസവും ഈ കേരളത്തിൽ വിതരണം ചെയ്തിട്ടുണ്ട്. എന്ന മാറ്റം വന്ന് 1990-കളിൽ താടിക്കാരൻ, തലക്കെട്ടുകാരൻ, ലോകബാങ്ക് ഉദ്യോഗം രാജിവെച്ച് പിന്നാമ്പുറത്ത് നമ്മുടെ പാർലമെന്റിൽ കയറിയിട്ട് പുതിയ സാമ്പത്തിക നയാന്ന് പറഞ്ഞ് ഈ നാട്ടിൽ വന്നപ്പോ വികസന രംഗത്ത് നിന്ന്, സേവന മേഖലയിൽ നിന്ന്, തൊഴിൽദാതാവിന്റെ ചുമതലയിൽ നിന്ന് ഗവൺമെന്റുകൾ പിൻവാങ്ങി പോകാനുള്ള പ്രവർത്തനത്തിന് ആരംഭം കുറിച്ചപ്പോ കേരളത്തിലെ സ്റ്റാറ്റ്യൂട്ടറി റേഷനിങ് സമ്പ്രദായത്തിന്റെ കടക്കൽ കത്തിവെച്ചു. കേരളത്തിലെ റേഷൻ കടയുടെ പേര് മാറ്റി കേരള സ്റ്റേറ്റ് പൊതുവിതരണ കേന്ദ്രം ആക്കി.
അതാക്കിയപ്പോ പാലപ്പറ്റയിലും വണ്ടൂരിലും മെടവണ്ണയിലും തിരുവാലിയിലൊക്കെ ഉള്ള റേഷൻ കട മുമ്പിൽ 10, 25, 50 ആളെ വിളിച്ച് കൂട്ടി മൈക്കൊന്നുമില്ലാതെ നമ്മുടെ സഖാക്കൾ പറഞ്ഞു, ഈ സംവിധാനം ഇല്ലാതെവൻ പോവാണ്, ഇപ്പൊ ബോർഡേ മാറിയിട്ടുള്ള നാളെ ഇല്ലാതെവൻ പോകണമെന്ന് 30 കൊല്ലം പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് CPIM എന്നാണ്. പിന്നീട് എന്താണ് നമ്മൾ കണ്ടത്? ആദ്യം ബോർഡ് മാറി, പിന്നെ കാർഡ് മാറി, കാർഡിന്റെ കളർ മാറി, APL BPL വ്യത്യാസം വന്നു. അങ്ങനെ വന്നപ്പോ ചിലർക്ക് ചിലതൊന്നും കിട്ടുന്നില്ല എന്ന് വന്നു. ചിലർ റേഷൻ കടയിലേക്ക് പോക്ക് നിന്നു. APL വിഭാഗത്തിനൊന്നും കിട്ടുന്നില്ല എന്ന് വന്നപ്പോ ഈ നാട്ടിൽ റേഷൻ കട എന്താണെന്നറിയാത്തൊരു ന്യൂ ജനറേഷനുള്ള നാടായി നമ്മുടെ നാട് മാറി. ഈ പാലപ്പറ്റ അങ്ങാടിയിലും ഗ്രാമത്തിലുള്ളവർക്ക് റേഷൻ കട എവിടെ എന്നറിയും. ഈ കേരളത്തിൽ എറണാകുളത്തും കൊച്ചിയിലും തിരുവനന്തപുരത്തും കോഴിക്കോടും ഫ്ലാറ്റുകളിൽ ജീവിക്കുന്ന ന്യൂ ജനറേഷനിൽപ്പെട്ടവർക്ക് എന്ത് റേഷൻ കട, എന്താണ് റേഷൻ കട എന്നറിയാത്ത ന്യൂ ജനറേഷൻ ജീവിച്ചു പോകുന്ന ഈ വർത്തമാന കാലത്ത് കയ്യിലെ അതിനൂതന സൗകര്യമുള്ള മൊബൈൽ ഫോണിൽ ഇങ്ങനെ മാന്തി ഗൂഗിളിൽ സെർച്ച് നടത്തി തന്റെ റേഷൻ കട എവിടെയാണെന്ന് ഉറപ്പുവരുത്തി അവിടെ പോയി സൗജന്യ കിറ്റ് വാങ്ങി സെൽഫി എടുക്കുന്ന സിനിമാ നടന്മാരുടെ നാടായി ഈ കേരളത്തെ ഇടതുപക്ഷം അടയാളപ്പെടുത്തി. ഇതാണ് ഇടതുപക്ഷം. ഇതിനോടൊപ്പം ജനങ്ങൾ നിൽക്കും. ഇതിനാണ് വോട്ട്. ഇതിന് ഈ നാട്ടിലെ ജനം ഇടതുപക്ഷ ചേരിയിൽ നിൽക്കും. നിങ്ങൾ വൈദ്യുതി മേഖല നോക്കൂ. പവർ കട്ടും ലോഡ് ഷെഡിങ്ങും എന്താണെന്ന് നമ്മുടെ നാട്ടിൽ 10 വയസ്സായ കുട്ടിക്കറിയോ? ലോഡ് ഷെഡിങ്ങും പവർ കട്ടും എന്താണെന്ന് ഈ കേരളത്തിൽ ആർക്ക് നമ്മുടെ നാട്ടിൽ വീട്ടിലെ കുട്ടികൾക്ക് അറിയില്ല. അപേക്ഷിച്ചാൽ അപ്പോൾ വൈദ്യുതി കിട്ടുന്നു. ഗുണനിലവാരമുള്ള വൈദ്യുതി കേരളത്തിലെത്തിക്കാൻ ഇടമൺ കൊച്ചി പവർ ഹൈവേ പണി തുടങ്ങിയിട്ട് കുറച്ച് കാലായി. പൂർത്തീകരിക്കാൻ 4ാം ക്ലാസിന്റെ വിദ്യാഭ്യാസമില്ലാത്തവൻ തൊലികറുത്തവൻ എന്നിങ്ങനെ മാന്തി പറഞ്ഞിട്ടുള്ള ഒരു മനുഷ്യനുണ്ടല്ലോ, പച്ചയായ മനുഷ്യൻ. ഇടുക്കിയിൽ നിന്ന് മലമടക്കുകളിൽ നിന്ന് ഈ നാട്ടിലെ സാധാരണക്കാരന്റെ വേദന ഇറങ്ങി വന്ന മനുഷ്യൻ അധികാര കസേരയിൽ വരേണ്ടി വന്നു. ഇതാണ് ഇടതുപക്ഷം. ഇതിന്റെ പേരാ ഇടതുപക്ഷം. തലചായ്ക്കാൻ ഇടമില്ലാത്ത 2.5 ലക്ഷം പേർക്ക് ലൈഫ് പദ്ധതിയിൽ ഭവനം ഒരുക്കി കൊടുത്തു. ഈ കേരളത്തിൽ ലോകത്തെവിടെയും ഉണ്ടായിട്ടില്ല. ഇതെല്ലാം വന്നപ്പോൾ ഇവർ പറഞ്ഞത് നരേന്ദ്രമോദിയുടെ പൈസയാണ്. പെൻഷൻ കൊടുത്തപ്പോൾ പറഞ്ഞു നരേന്ദ്രമോദിയുടെ പൈസയാണ്. കടം വാങ്ങിയിട്ടാണ്. ഇങ്ങനെ പലതും പറഞ്ഞു. ഇവിടെ കടം കൂടിയിട്ടുണ്ട് കേരളത്തിൽ. ഇങ്ങനെ കുരുപൊട്ടിയിട്ട് നാട്ടിൽ പറഞ്ഞു. ശരിയാണ്, ഞങ്ങൾ ഇടതുപക്ഷം കടം വാങ്ങിയിട്ടുണ്ട്. നാട്ടിൽ നടത്തിയിരുന്ന 514 പാലം കെട്ടി ഈ കേരളത്തിൽ 4.5 കൊല്ലം കൊണ്ട്. ഒരു പൈസ അഴിമതി ആരും പറഞ്ഞില്ല. ആളുകൾക്ക് പണം കൊടുത്തു. നിങ്ങൾ നോക്കൂ, 60,30,000 ആളുകൾക്ക് എല്ലാ മാസവും പെൻഷൻ കൊടുക്കണോ? ഞങ്ങൾ കടം വാങ്ങിയിട്ടുണ്ട്. ഇടതുപക്ഷം ഞങ്ങൾ കടം വാങ്ങിയ പണം സരിതാ നായരുടെ അക്കൗണ്ടിലേക്കല്ല കൊടുത്തത്, സാധാരണക്കാരുടെ കൈകളിലേക്കാണ്. ഇതാണ് ഇടതുപക്ഷം വലതുപക്ഷം തമ്മിലുള്ള വ്യത്യാസം. ഞങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളെ ചേർത്ത് പിടിക്കും. ആശാ വർക്കർമാർ, അംഗൻവാടി വർക്കർമാർ, ഹെൽപ്പർമാർ, സ്കൂൾ പാചക തൊഴിലാളികൾ, ലൈബ്രറിയന്മാർ, ആരും കാണാത്ത വിഭാഗത്തെ മുഴുവൻ ചേർത്ത് പിടിച്ചു ഈ കേരളത്തിലെ ഇടതുപക്ഷം. ഇതിന്റെ പേരായ ഇടതുപക്ഷം. എല്ലാ ജനങ്ങളെയും, എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിച്ചു. 1,51,513 പേർക്ക് PSC വഴി നിയമനം കൊടുത്തു. ഈ കേരളത്തിൽ 44,000 പുതിയ തസ്തികകൾ സൃഷ്ടിച്ചു. ഈ കേരളത്തിൽ പ്രിയപ്പെട്ടവരെ, ഇന്ത്യയിൽ 8 ലക്ഷം ഒഴിവുകൾ കേന്ദ്ര സർവീസിൽ ഒഴിഞ്ഞു കിടക്കുന്നു. ഒരാളെ പോലും ഈ 4 കൊല്ലത്തിനുള്ളിൽ നിയമിച്ചിട്ടില്ല ഈ കേന്ദ്ര ഗവൺമെന്റ്. അവിടെയാണ് 1,51,513 പേരെ PSC വഴി നിയമിച്ച് ചരിത്രം തീർത്ത് കേരളത്തിലെ ഇടതുപക്ഷം ലോകത്തിന് മുന്നിൽ നിൽക്കുന്നത്. ഇത്രയും അനുഭവം ഈ ഗവൺമെന്റ് വന്നിട്ട് നടു നിവർത്താൻ പറ്റിയിട്ടുണ്ടോ? എവിടെയെങ്കിലും ഈ ഗവൺമെന്റ് പതറിപ്പോയോ? ഈ ഗവൺമെന്റ് വന്നു ആദ്യത്തെ കൊല്ലം കടലിൽ കാറ്റാൻ ഓക്കിന്ന പേര് കടലിന്റെ മക്കളെ ചേർത്ത് പിടിച്ചു. വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുത്തു. 1 കൊല്ലം കഴിയുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടിൽ പേരാമ്പ്രയിൽ പനി വന്നു. നിപ്പ എന്ന പേര്. പണ്ട് 2 തരം പനിയുള്ളൂ. ഒന്ന് പേടിപ്പനി, മറ്റൊന്ന് ജലദോഷത്തിന്റെ പനി. പേടിപ്പനി വന്നാൽ നല്ല ചരടും കുറച്ച് മഞ്ഞപ്പൊടിയായിട്ട് കാരണവരടുത്ത് പോവും, ചരടുണ്ടാക്കും, കയ്യമ്മ കെട്ടും, ഒരു കിടത്തുണ്ട്, പനി മാറുന്നൊരു വിശ്വാസമാണ്. ജലദോഷത്തിന്റെ പനി വന്നാൽ നാട്ടില് വീടിന് പുറത്തേക്ക് ഇറങ്ങും, തൊടിയിൽ പോവും, കാട്ടുതിർത്താവ് പറിക്കും, അതിന്റെ വേരിടും, ഒരു ചുക്കാപ്പി ഉണ്ടാക്കും, കഴിക്കും, പുറച്ചു കൂട്ടിട്ട് ഒരു കിടത്തുണ്ട്, രാവിലേക്ക് പനി മാറും. ഇതൊരു അനുഭവമാണ്. കാലം മാറി, പുതിയ പനിയാ. വൈറൽ പനികൾ വന്നു. ഡെങ്കിപ്പനി, പക്ഷിപ്പനി, പന്നിപ്പനി, തക്കാളിപ്പനി, വെണ്ടക്കപ്പനി, പലജാതി പനി നമ്മുടെ നാട്ടിലുണ്ടായി. നിപ്പ വൈറസ് എന്ന് പറഞ്ഞത് വവ്വാലാണ് പരത്തുന്നത്. അടയ്ക്കപ്പുറത്തിന് മരമൊക്കെ വെട്ടി കേരളത്തില് ആൾക്കാര് ഈ പനിയുടെ പേടിച്ചിട്ട്. അങ്ങനെ ഒരു പനി എങ്ങനെയാണ് ഈ കേരളം പിടിച്ചുന്നത്? ലോകത്തിന് മാതൃകയായ പൊതുജനാരോഗ്യ പ്രസ്ഥാനത്തിന്റെ കരുത്തിലാണ്. ലോകത്ത് മറ്റെവിടെയുമില്ല. ഈ കേരളത്തിൽ മെഡിക്കൽ കോളേജുകൾ, അതിന് താഴെ ജില്ലാ ആശുപത്രികൾ, താലൂക്ക് ആശുപത്രികൾ, സാമൂഹ്യാരോഗ്യ കേന്ദ്രങ്ങൾ, കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ, സബ് സെന്ററുകൾ, ആശാവർക്കർമാർ, വാർഡ് തല ആരോഗ്യ ശുചിത്വ സമിതികൾ, ഇങ്ങനെ കണ്ണിച്ചേരുന്ന പൊതുജനാരോഗ്യ പ്രസ്ഥാനമുള്ള നാടിന്റെ പേരാ കേരളം.
നിപ്പ വൈറസ് ബാധിച്ചു. പേരാമ്പ്രയിലേക്ക് ആരോഗ്യവകുപ്പിന്റെ മന്ത്രി ചെന്നു, തൊഴിൽ വകുപ്പ് മന്ത്രി നാട്ടുകാരൻ ടി പി രാമകൃഷ്ണൻ ചെന്നു, മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ചെന്നു, ആശാ വർക്കർമാർ ചെന്നു. ആളുകളോട് പറഞ്ഞു, പുറത്തിറങ്ങരുത്, കല്യാണത്തിന് കൂടരുത്, ജുമായ്ക്ക് പോകരുത്, പള്ളിപ്പെരുന്നാൾ ഉണ്ടാക്കരുത്, സദ്യ കൂടരുത്, എല്ലാവരും അകത്തടച്ചിരിക്കണം, നിങ്ങൾ ഭയപ്പെടരുത്, കൂട്ടം വെക്കാനും ചോറുണ്ടാക്കാനുള്ള സാധനങ്ങൾ വിട്ടുകൊടുന്നേരും. അങ്ങനെ വന്നപ്പോ നിപ്പ വൈറസിനെ പിടിച്ചു കെട്ടി ചുരുങ്ങിയ ദിവസം കൊണ്ട് നിപ്പ വൈറസിനെ പ്രതിരോധിച്ചു. മരണസംഖ്യ കുറഞ്ഞു. നിപ്പ വൈറസ് ബാധിച്ച ചിലർ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ലോകത്തിന് മുമ്പ് ഇങ്ങനെ ഒരു അനുഭവമില്ല. അപ്പോഴാണ് നമ്മുടെ നാട്ടിൽ പലരും അമേരിക്കയിലേക്ക് നോക്കൂ, അമേരിക്ക എല്ലാം തികഞ്ഞ നാടാണ് എന്ന് വിചാരിക്കുന്ന മധ്യവർഗ തമ്പുരാക്കന്മാർ ജീവിക്കുന്ന നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടു. അമേരിക്കൻ ഭരണാധികാരികൾ കേരളത്തിലെ മുഖ്യമന്ത്രിയെയും ആരോഗ്യമന്ത്രിയെയും ആ സമയത്ത് അമേരിക്കയിലേക്ക് വിളിച്ചു, അഭിനന്ദിച്ചു. 3.5 കോടി മലയാളികളുടെ ആത്മാഭിമാനം ഇങ്ങനെ ആകാശത്തോളം ഇടതുപക്ഷം ഉയർത്തി. ഇതാണ് ഇടതുപക്ഷം, ഇതിന്റെ പേരാണ് ഇടതുപക്ഷം. അന്ന് നമ്മുടെ നാട്ടിൽ രക്തം പരിശോധിക്കാൻ സാമ്പിൾ എടുത്തിട്ട് അയച്ചു കൊടുക്കണം, റിസൾട്ട് വരുന്നവരെ കാത്തിക്കണം. പലരും പറഞ്ഞു, എന്താ കേരളത്തിൽ നിന്നൊരു സംവിധാനം ഉണ്ടാക്കിക്കൂടാ? ജനങ്ങളിൽ നിന്ന് പഠിക്കുകയും അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുകയും ചെയ്ത് ഇടതുപക്ഷം തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ചപ്പോ നിപ്പ വൈറസ് ബാധിച്ച ഒരു കൊല്ലം തികയുന്നതിന് മുമ്പ് ഇന്ത്യയിലെ 2ാമത്തെ അന്താരാഷ്ട്ര നിലവാരമുള്ള വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ കേരളത്തിൽ അനന്തപുരിയിൽ 10,000 അടി ചതുരശ്ര വിസ്തൃതിയിൽ സാധ്യമാക്കി. കേരളത്തിലെ ഇടതുപക്ഷം, ഇതാണ് ഇടതുപക്ഷം. അത് കഴിഞ്ഞു. നടുനിവർത്തനന്റെ മുമ്പാണ് പ്രളയം, നൂറ്റാണ്ട് കണ്ട വലിയ പ്രളയം. ഈ നാടിന് മറക്കാൻ പറ്റുമോ? 14 ജില്ലകളിൽ 13 ജില്ലയിലും വെള്ളം കയറി. എല്ലാവരും വീട്ടിൽ വെള്ളം കയറി, പള്ളിക്കൂടത്തിൽ കയറി, മദ്രസ കയറി, വായനശാല കയറി, സ്കൂളിൽ കയറി, മാളിൽ കയറി. വെള്ളം കയറി വന്നപ്പോ ജീവനും കൊണ്ട് മുകളിൽ കയറി, അവിടുന്ന് മുകളിൽ കയറി, പിന്നെയും മുകളിൽ കയറി, ടെറസിന്റെ മുകളിൽ കയറി, താഴത്ത് ഇറങ്ങാൻ പറ്റാതെ കുടിവെള്ളമില്ലാതെ മലയാളി മഴവെള്ളത്തിന് വായ പൊളിച്ചു നിന്ന ആഗസ്റ്റ് 16, 17, 18 തീയതികൾ ഈ നാടിന് മറക്കാൻ പറ്റുമോ? അന്ന് കാസർഗോഡ് ഒഴിച്ച് 13 ജില്ലയിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ച് ഈ നാട്ടിലെ ലക്ഷക്കണക്കിന് മനുഷ്യൻ ജീവിക്കണോ മരിക്കണോ എന്നറിയാതെ മൂക്കറ്റമല്ല തലമൂടി വെള്ളം നിൽക്കുമ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി അയ്യോ അറുകലെ പറഞ്ഞ് നെഞ്ചത്തടിച്ച് നിലവിളിക്കണത് ഈ നാട്ടിൽ നിങ്ങൾ ആരെങ്കിലും കേട്ടോ? കേട്ടിട്ടില്ല. അതിന്റെ 2 കൊല്ലം മുമ്പേ നാളെ 5 മണിക്ക് 5:15, 5:20, 5:30 പൊട്ടും, നാളെ പൊട്ടും മുല്ലപ്പെരിയാറെന്ന് മാധ്യമങ്ങൾ പറഞ്ഞപ്പോ നെഞ്ചത്തടിച്ച് കരഞ്ഞ മന്ത്രിമാരെ കണ്ട നാടിന്റെ പേരാ കേരളം. 13 ജില്ലയിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ ലോകത്തിനു മുമ്പ് ഒരിക്കലും കാണാത്തൊരു ദുരന്തമുഖത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ചാഞ്ചാട്ടമില്ലാതെ, ചാഞ്ചല്യമില്ലാതെ ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞു, നാം തോറ്റ ജനതയല്ല, നമ്മൾ ഒരുമിച്ചിറങ്ങണം. ഇത് പറഞ്ഞപ്പോഴാണ് തമിഴ്നാടിന്റെ തെരുവിൽ കുട്ടികളും മക്കളും ഇറങ്ങി പറഞ്ഞു, കേരളത്തിലെ തലയുറ പോലൊരു തലയുറ ഞങ്ങൾക്ക് വേണം. പറഞ്ഞല്ലോ, നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? അങ്ങനെ വെറുതെ പറഞ്ഞതാണോ? ഇതിന് സമാനമായ ഒരു ദുരന്തമുഖത്ത് ലോകത്ത് ഒരു ഭരണാധികാരിയും കാണിച്ചിട്ടില്ലാത്ത മാനസികമായ ധൈര്യവും കൂറും കാണിച്ച് പ്രിയപ്പെട്ടവരെ 48 മണിക്കൂർ തികയുന്നതിന് മുമ്പ് 14.5 ലക്ഷം മനുഷ്യനെ ഒരു പോറലേൽക്കാതെ ആഹാരം നൽകി, ഉടുതുണിക്കും മറുതുണി നൽകി, ദുരിതാശ്വാസ ക്യാമ്പ് ഒരുക്കി സംരക്ഷിച്ചു ഈ കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ കരുതലിൽ. ഇതാണ് ഇടതുപക്ഷ കേരളം, ഇതിന്റെ പേരായ ഇടതുപക്ഷം. അന്ന് 15 ദിവസം തികയുന്നതിന്റെ മുമ്പ് 5,29,000 ആളുകളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ 10,000 രൂപ വെച്ച് അടിയന്തര സഹായം കൊടുത്തു. ലോകത്തെവിടെയും നടന്നിട്ടില്ല. 1.5 ലക്ഷം മനുഷ്യരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ വള്ളം തുഴഞ്ഞ് വീടിന്റെ അകത്ത് തുടങ്ങിയ മനുഷ്യരെ, കുട്ടികളെയും മക്കളെയും ചട്ടിയും കലവും പൊറുക്കാൻ തോണി തുഴഞ്ഞു വന്ന മത്സ്യത്തൊഴിലാളികളെ തിരുവനന്തപുരത്ത് വിളിച്ച് നിങ്ങൾ ഈ നാടിന്റെ അഭിമാനാണെന്ന് പറയൂ. തീരദേശ സേന ഉണ്ടാക്കി കടലിന്റെ മക്കൾക്ക് ജോലി കൊടുത്തു കേരളത്തിലെ ഇടതുപക്ഷം. ഇതാണ് ഇടതുപക്ഷം. അങ്ങനെ എല്ലാ മേഖലയിലും ഇടതുപക്ഷം എല്ലാവരെയും ചേർത്ത് പിടിച്ചുപോയി. ആ കാലം മറക്കാൻ പറ്റുമോ? അന്ന് 600 കോടി അറബിരാജും ധരാളം പറഞ്ഞപ്പോ വാങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞവരെ ഈ നാടിന് മറക്കാൻ പറ്റോ? റേഷനരിയുടെ വിഹിതം വേണം പറഞ്ഞ് ചീട്ട് കൊടുത്തവരെ ഈ നാടിന് മറക്കാൻ പറ്റോ? സാധനമൊന്നും ഇല്ലാതെ ടാർപ്പായ കെട്ടിട്ട് ദുരിതാശ്വാസ ക്യാമ്പിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോയിട്ടുള്ള കാവിക്കോണകം വെച്ച ആളുകളെ ഈ നാടിന് മറക്കാൻ പറ്റുമോ? മനുഷ്യരെ ചേർത്ത് പിടിച്ചവരെയും മനുഷ്യരെ വഞ്ചിച്ചവരെയും ഒരു തുലാസിലിട്ട് തൂക്കാൻ ഈ നാടിന് പറ്റുമോ? ഇതാണ് തെരഞ്ഞെടുപ്പ്, ഇതാണ് രാഷ്ട്രീയം, ഇതിനാണ് വോട്ട്. ഇങ്ങനെ ജനം ഇടതുപക്ഷത്തിന്റെ ചേരിയിൽ നിന്നത്. അത് കഴിഞ്ഞിട്ടാണ് വീണ്ടും വെള്ളപ്പൊക്കം പിടിച്ചുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും ലോകം കണ്ട മഹാമാരി കോവിഡ് നടുനൂർന്നിട്ടില്ല. അതിന്റെ ഒരു ആരംഭകാലം ഈ പാലപ്പറ്റ ഗ്രാമത്തിലുള്ള ആളുകളൊന്ന് മനസ്സിൽ കാണണം. ഏകദേശം 1 കൊല്ലം മുമ്പേ
1000, 10,000, 50,000, ലക്ഷം പച്ചയായ മനുഷ്യൻ ഓരോ ദിവസം ഇങ്ങനെ ചത്തുമലച്ച് ഈയാമ്പാറ്റകളെ പോലെ വറങ്ങലിച്ച് ഈ ലോകത്താകെ വീണപ്പോ എല്ലാം തികഞ്ഞ നാടാണെന്ന് കരുതുന്ന